നമ്മള് സാധാരണക്കാരുടെ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ ഇപ്പൊ വീട്ടമ്മമാര് മാത്രമൊക്കെയുള്ള പകൽ സമയത്ത് മിക്കവാറും വീട്ടമ്മമാരൊക്കെ അപ്പൊ പെട്ടെന്ന് ഒരു ഗ്യാസ് ലീക്ക് ആവുന്ന ഒരു സ്മെല്ല് കിട്ടുവാണ്. അപ്പൊ ജനല് തുറന്നിടണം എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. ബാക്കി എന്തൊക്കെയാണ് പെട്ടെന്ന് ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. LPG പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ഡെൻസ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഡെൻസിറ്റി വെച്ച് എയർ ആയിട്ടാണ് നമ്മൾ ഡെൻസിറ്റി വരിക. അപ്പം എയറിനേക്കാൾ ഡെൻസിറ്റി കൂടിയതാണ്. അപ്പൊ താഴത്താണ് എന്ത് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക. അപ്പൊ ചില സമയത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ലീക്കോ അല്ലെങ്കിൽ സൗണ്ടോ കേൾക്കാം. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള വാഷറോ കാര്യം ഒരു ഓറിങ് ഉണ്ടാവും ബ്ലാക്ക്. അപ്പൊ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാറും. ഇനി നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ടാമത് ഡിസ്കണക്ട് ചെയ്തിട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നോളൂ. ഇനി എന്തെങ്കിലും ലൂസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ലീക്കുള്ള ചാൻസ്. ഇനി സിലിണ്ടറിന്റെ ഉള്ളിലാണ് ലീക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഡിസ്കണക്ട് ചെയ്താലോ ഒന്നെങ്കിലും സൗണ്ടോ സ്മെല്ലോ കേൾക്കാം. അപ്പൊ നമുക്ക് ലീക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ സോപ്പ് സൊല്യൂഷൻ മാതിരി എന്തെങ്കിലും വെച്ചിട്ട് ആ നമ്മളെ ടോപ്പില് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബബിൾസ് ആയിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ലീക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു സേഫ്റ്റി ക്യാപ്പ് ഉണ്ടാവും, വൈറ്റ് ക്യാപ്പ്. നമ്മൾ ആ ക്യാപ്പ് ഇട്ട് അടച്ചിട്ട് പുറത്തേക്ക് വെക്കുക. കൺസേൺഡ് ആയിട്ടുള്ള ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചിട്ട് ഒന്നുകിൽ റീപ്ലേസ് ചെയ്യുക. ഹെവി ലീക്കോ കാര്യം ബോഡി പാർട്ടിൽ നിന്ന് ലീക്ക് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ ആ നെക്ക് നിന്നാണ് ലീക്ക് വരുന്നത്. അപ്പൊ തീ പിടിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മള് ഗ്യാസിലെ ആ ഒരു സിലിണ്ടറിന് തീ പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോ പെട്ടെന്ന് ആളുകൾ പാനിക് ആവുക ചെയ്യുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പ്രോപ്പർ ആയിട്ട്. ചില ആളുകൾ വെള്ളം കുരു ഒഴിക്കുന്ന കാണാം, ചാക്ക് കൊണ്ടൊക്കെ അടിക്കുന്ന കാണാം. അത് സാധാരണക്കാരത് എങ്ങനെയാ ഡീൽ ചെയ്യേണ്ടതെന്നൊന്ന് പറയാമോ? നമ്മളിപ്പം വീട്ടിൽ എല്ലാവരോടും ഒരു എക്സ്റ്റിംഗ്വിഷർ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ എത്ര വലിയ ഫയർ ആണെങ്കിൽ സിലിണ്ടറിന് വരുന്ന ഒരു ഫയർ ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റിംഗ്വിഷർ അടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കെട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഫയർ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ലീക്ക് ഉണ്ടാവും. ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ഫയർ കെടുത്തുക എന്നുള്ള. നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലീക്ക് അറസ്റ്റ് ചെയ്യണം. ലീക്ക് അറസ്റ്റ് ചെയ്തതിൽ റീബേൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ലീക്ക് അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ സേഫ്റ്റി ക്യാപ്പ് എടുക്കുക, എന്നിട്ട് പുറത്തേക്ക് വെക്കുക. എന്തായാലും എന്ത് തന്നെയാണെങ്കിൽ ഗ്യാസ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ സിലിണ്ടർ സേഫ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വെക്കുക. ഇപ്പൊ തീ പിടിച്ചതാണെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് കൈ പൊള്ളാനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം വെച്ചിട്ട് നമ്മൾ തീ കെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നനഞ്ഞ തുണി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എടുത്ത് പുറത്തേക്ക് വെക്കുക. ഇനി നമ്മളടുത്ത് എക്സ്റ്റിംഗ്വിഷറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ ജസ്റ്റ് ഒരു